പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഒരു വലിയ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിസ്മയകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നൽകുന്ന വചന സന്ദേശം പരിശുദ്ധ കന്യാമറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക. ആ ഭവനത്തിൽ പ്രവേശിച്ച ഉടനെ അവൾ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ഉടൻ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ട്? സാധാരണക്കാരിയായ ഒരു സ്ത്രീ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായി ആത്മാവിനാൽ നിറയുമ്പോൾ ഉദ്ഘോഷിക്കും, ഏറ്റുപറയും. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോഴാണ് മറ്റുള്ളവരിലുള്ള ദൈവീകതയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്ന് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ഇതാ നിൻ്റെ അഭിവാദനകൻ്റെ കർണപുടങ്ങളിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയെന്നവൾ പറയും. യോഹന്നാൻ്റെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു എന്ന്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. അപ്പോൾ ദൈവ ആത്മാവ് നമ്മുടെ മേൽ പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളെയും, വെളിപ്പെടുത്തലുകളെയും മുന്നറിയിപ്പുകളെയും നമുക്ക് സ്വീകരിക്കാനും അതോടൊപ്പം അതനുസരിച്ച് ജീവിക്കുവാനും സാധിക്കും. അപ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എലിസബത്ത് വിശ്വസിച്ചതുപോലെ ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. ഈശോയുടെ ജനനത്തോട് അടുത്തു വരുന്ന ദിവസങ്ങളിൽ നമ്മെ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങളങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യും. ആഗതനായിരുന്ന ക്രിസ്തുവിനെ സമ്പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ, അവിടുന്ന് നൽകുന്ന സന്ദേശങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് ആത്മാവിനെ നിറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കാം. നല്ല ഈശോയെ, ഈ ദിവസത്തെ നൽകിയ അങ്ങയുടെ അനന്തമായ കാരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. എൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഇന്ന് ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.